വിവാഹദിനത്തിൽ ഈ പെൺകുട്ടിയാവട്ടെ ലക്ഷങ്ങൾ വിലയുള്ള വിവാഹ വസ്ത്രം വലിച്ചു കീറി അവിടെയുണ്ടായിരുന്ന ആൾക്കാരുടെ മുൻപിലേക്കിടുന്നു. അവളുടെ ഈ പ്രവൃത്തിയിൽ ദേഷ്യം തോന്നിയ അച്ഛനാവട്ടെ അവളെ ശകാരിക്കാൻ ഒരുങ്ങുമ്പോൾ പെൺകുട്ടിയാവട്ടെ എനിക്ക് ഈ വസ്ത്രങ്ങൾ ധരിക്കാൻ ധൈര്യമില്ല എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയുടെ ഇളയ സഹോദരിയും പ്രസുതവരനും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോകൾ കാണിച്ചു കൊടുക്കുന്നു. എന്റെ മകൻ ഇത്രയും മോശകരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെന്ന് കണ്ടിട്ട് നാണക്കേട് തോന്നിയ ധനികനായ യുവാവിന്റെ അച്ഛനാവട്ടെ അവനെ അടിക്കുന്നുണ്ട്. അതുമാത്രമല്ല പെൺകുട്ടിയോട് ക്ഷമ പറഞ്ഞിട്ട് വിവാഹം ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യുകയാണെന്നും പറയുന്നു. എന്നാൽ പെൺകുട്ടിയാവട്ടെ ആ യുവാവിന്റെ ധനികനായ അച്ഛനോട് പറയുന്നുണ്ട് വിവാഹം ക്യാൻസൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പകരം അവന്റെ മൂത്ത സഹോദരനുമായി തന്റെ വിവാഹം നടത്തി തന്നാൽ മതിയെന്നും പറഞ്ഞ് ആ യുവാവിന് നേർക്ക് കൈ ചൂണ്ടുന്നു. പുനർജന്മം എടുത്തതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഈ ജന്മത്തിലും അവൾ ആ യുവാവിനെ വിവാഹം കഴിക്കുകയും അയാളെ ഒരുപാട് സ്നേഹിക്കുന്നുമുണ്ട്. എന്നാൽ ഇളയ സഹോദരിയോടൊപ്പം ചേർന്ന് അവളെ അയാൾ ചതിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ പക്കലുണ്ടായിരുന്ന സ്വത്തുക്കളെല്ലാം അവരിരുവരും ചേർന്ന് തട്ടിയെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല അവളെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുമുണ്ട്. മരണത്തിന്റെ വക്കിലായിരുന്ന അവളെ രക്ഷിക്കാനായി തന്റെ ജീവന് പോലും വില നൽകാതെ അവന്റെ മൂത്ത സഹോദരനാവട്ടെ അവളെ രക്ഷിച്ചുകൊണ്ടുപോകാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷെ ആ ശ്രമത്തിനൊടുവിൽ യുവാവും മരിക്കുന്നുണ്ട്. പെൺകുട്ടിക്ക് അപ്പോൾ മാത്രമാണ് മനസ്സിലായത് താൻ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്നത് ഒരു തെറ്റായ ആളെയാണെന്ന്. അതുകൊണ്ട് തന്നെ തന്റെ ഭർത്താവിനോട് പ്രതികാരം ചെയ്യാനായി ഈ പുനർജന്മത്തിൽ അവൾ തീരുമാനിക്കുന്നു. അതുമാത്രമല്ല അവളെ സ്നേഹിക്കുന്ന യുവാവിനെ തന്നെ വിവാഹം കഴിക്കാനും തീരുമാനിക്കുന്നു. മൂത്ത സഹോദരനെ അവള് ഭർത്താവായി തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവരും അന്തം വിടുന്നുണ്ട്. എന്നാൽ ധനികനായ യുവാവിന്റെ അച്ഛനാവട്ടെ പെൺകുട്ടിക്ക് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. മൂത്ത സഹോദരനാവട്ടെ ഇപ്പോഴും മദ്യപിച്ച് രസിച്ച് നടക്കുകയും അതുമാത്രമല്ല അവനൊരു പ്ലേ ബോയ് ആണെന്നും പറയുന്നുണ്ട്. പക്ഷേ പെൺകുട്ടിയുടെ തീരുമാനം ഉറച്ചതായിരുന്നു. അവൾ അവന്റെ കൈ പിടിച്ചിട്ട് താൻ ഈ എടുത്ത തീരുമാനത്തിൽ ഒരിക്കലും ഖേദിക്കില്ല എന്ന് പറയുന്നു. ഈ നാടകീയമായ രംഗത്തിന് ശേഷം അവിടെ വെച്ച് തന്നെ അവരിരുവരുടെയും വിവാഹം നടക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ബട്ട്ലർ ആവട്ടെ അവന്റെ പാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അവനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ വെള്ളത്തിൽ വീഴുകയും അതിനുശേഷം ദീർഘകാലമായി അവനൊരു രോഗത്തിന് അടിമയാണെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവന്റെ ജീവന് ഒരു വിലയും നൽകിയിരുന്നില്ല. എപ്പോഴായാലും താൻ മരിക്കുമെന്ന് കരുതി തന്നെ അവൻ കുടിച്ച് ആസ്വദിച്ച് അവന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ ഈ ദുർവിധിയെ ഓർത്ത് പെൺകുട്ടിക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ പുനർജനിച്ചു വന്നേ അവളുടെ മുൻപിലേക്ക് ഒരു സിസ്റ്റം ആക്ടിവേറ്റ് ആയി വരുന്നുണ്ട്. അത് അവളുടെ പ്രതികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിവെഞ്ച് സിസ്റ്റം തന്നെയായിരുന്നു. ആദ്യം തന്നെ ആ യുവാവിന്റെ അധംപതിക്കുന്ന സ്വഭാവം മാറ്റിയെടുക്കണമെന്നുള്ളതായിരുന്നു ആദ്യത്തെ അവളുടെ ടാസ്ക് വിജയകരമായി അവൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചാൽ തീർച്ചയായും യുവാവിന്റെ അസുഖം ഭേദപ്പെടുമെന്ന് സിസ്റ്റം അവളോട് പറയുന്നു. ഇത് കേട്ട് സന്തോഷത്തിലായ അവളാവട്ടെ അവനെ അന്വേഷിച്ച് ബാറിലേക്ക് പോകുന്നു. സ്വയം നശിക്കാൻ എടുത്തിരിക്കുന്ന അവന്റെ തീരുമാനബോധത്തെ കണ്ടിട്ട് പെൺകുട്ടിയാവട്ടെ ഉടനടി തന്നെ കള്ളക്കണ്ണീര് നടിക്കുന്നു. ഇങ്ങനെ പോയാൽ താനൊരു വിധവയാവുമെന്ന് കരുതി അവൾ ഉറക്കെ കരയുന്നുണ്ട്. ആദ്യമായി ആ യുവാവിനാവട്ടെ അവളുടെ വാക്കുകളിൽ കുറ്റബോധം തോന്നുന്നു. താൻ ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവളുടെ മുൻപിൽ അവൻ കൈകൂപ്പുന്നുണ്ട്. ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയി എന്ന സന്തോഷത്തോടെ തന്നെ അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു.